ഇന്ന് ഞങ്ങളുടെ യാത്ര ബേപ്പൂർ പുഴയിലൂടെയാണ്. ഏതാണ്ട് നമ്മൾ ഒരു 30 പേരോളം ഉണ്ട്. ഇന്ന് രാവിലെ 8 മണിക്കാണ് യാത്ര പുറപ്പെട്ടത്. ഗംഭീരമായ കാഴ്ചകളാണ് തടാകത്തിലൂടെയുള്ള യാത്ര. മീൻപിടുത്തക്കാര്, ബോട്ട്, തോണി, എന്തിനു പറ എല്ലാം ഇവിടെ കാണാം. അതിമനോഹരമായിട്ട് തന്നെ. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനാണ് ബോട്ടുള്ളത്. നിലമ്പൂരിൽ നിന്നും വയനാടിൽ നിന്നും തുടങ്ങുന്ന പുഴ ചാലിയാർ വഴി അങ്ങനെ ബേപ്പൂരിലൂടെ അറബിക്കടലിൽ എത്തിച്ചേരുന്നു. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു തുരുത്താണ്. ഇവിടെ 6 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കരുവൻതിരുത്തി തുരുത്ത് അങ്ങനെ പറയുന്നു തോന്നുന്നു. എന്തായാലും കാഴ്ചകൾ ഗംഭീരം. ഇവിടുത്തെ ഹാർബർ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹാർബർ ആണെന്ന് തോന്നുന്നു. മാത്രമല്ല ബേപ്പൂരിലെ പോലീസ് സ്റ്റേഷൻ, കോസ്റ്റ് ഗാർഡിന്റെ ഓഫീസ്, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നു. അസീസ് ഭായ്, നമ്മൾ സ്നേഹത്തോടെ ബിച്ചുക്ക എന്നാണ് വിളിക്കുന്നത്. ഈ യാത്രയുടെ ക്യാപ്റ്റൻ ഇദ്ദേഹമാണ്. മുൻപേ പറഞ്ഞിട്ടുണ്ട് 30 പേരടങ്ങുന്ന ഒരു സംഘമാണ്. പക്ഷെ കൂടുതലും സ്ത്രീകളായതുകൊണ്ട് അവരെ ഒന്നും ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. രണ്ടായിരത്തി 18 പ്രളയം ഓർമ്മയില്ലേ? ആ പ്രളയത്തിൽ കിട്ടിയൊരു സമ്മാനമാണ്. വയനാട്ടിൽ നിന്നോ നിലമ്പൂരിൽ നിന്നോ എവിടെന്നറിയില്ല ഒഴുകിയെത്തി ഫറൂഖ് പാലത്തിന്റെ അടിയിലൂടെ വന്ന് ഇവിടെ ഈ മരം സ്ഥിരതാമസമായി. ഏതാണ്ട് 45 ഫീറ്റോളം നീളവും നല്ല വണ്ണവുമുള്ള മരം പൂയിൽ അമർന്ന് കിടക്കുകയാണ്. ഇതൊരു അസുലഭമായ കാഴ്ച തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു അപകടവും ഫറൂഖ് പാലത്തിൽ ഒരു അപകടവും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണ്.
ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇവിടെ ടൂറിസ്റ്റുകളെ കാത്തിരിക്കുകയാണ്. ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു യാത്ര. ഇവരുടെ പെരുമാറ്റം എടുത്തു പറയേണ്ടത് തന്നെ. ഒരു കാര്യത്തിൽ നിർബന്ധമാണ് ലൈഫ് ജാക്കറ്റ് ധരിക്കല്. നമ്മുടെ സുരക്ഷയും നിർബന്ധമാണല്ലോ. ആ മതില് കണ്ടില്ലേ, അലങ്കരിച്ച് നല്ല നല്ല ചിത്രങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടെ നിരവധി ആളുകളുടെ ചിത്രങ്ങളും നമുക്ക് കാണാം.